ആണ്ടുവട്ടം 6-ാം വാരം വ്യാഴം. തിരുവചനം: അവൻ ചോദിച്ചു, എന്നാൽ ഞാൻ ആരാണെന്നാണ് നിങ്ങൾ പറയുന്നത്? പത്രോസ് മറുപടി പറഞ്ഞു, നീ ക്രിസ്തുവാണ്. മാർക്കോസിൻ്റെ സുവിശേഷം 8-ാം അധ്യായം 29-ാം തിരുവചനം. ഒരു പുതിയ കുടുംബം ആരംഭിക്കുന്നത് കുരിശ് സ്വീകരിച്ചും കുരിശ് കൊടുത്തുമാണ്. വരൻ വധുവിന് അണിയിക്കുന്ന താലിയിൽ തന്നെ കുരിശുണ്ട്. സ്വർണ്ണക്കുരിശോട് കൂടിയ മാല ധരിക്കുവാൻ നമുക്കെല്ലാവർക്കും ഇഷ്ടമാണ്. അതേസമയം നാം നമ്മുടെ പ്രാർത്ഥന പരിശോധിച്ചാൽ ഒരു നല്ല ശതമാനം പ്രാർത്ഥനകളും കുരിശുകൾ മാറിപ്പോകുന്നതിന് വേണ്ടിയുള്ള പ്രാർത്ഥനകളാണ്. കുരിശ് പാവനമായി കാണുവാൻ നാം തയ്യാറാണെങ്കിലും ജീവിതത്തിൽ വരുന്ന കുരിശുകളെ സ്വീകരിക്കാൻ നാം ആഗ്രഹിക്കുന്നില്ല, ഇഷ്ടപ്പെടുന്നില്ല. ഇന്നത്തെ സുവിശേഷത്തിൽ പാടുപീടുകളോട് കൂടിയ തൻ്റെ കുരിശുമരണം യേശു പ്രവചിക്കുമ്പോൾ അല്പം മുമ്പ് യേശു ക്രിസ്തുവാണ്, രക്ഷകനാണെന്ന് ഏറ്റുപറഞ്ഞ പത്രോസ് യേശുവിനെ സ്നേഹത്തോടുകൂടി മാറ്റി നിർത്തി അങ്ങേക്ക് ഇത് ഒരിക്കലും സംഭവിക്കാതിരിക്കട്ടെ എന്ന് പറയുകയാണ്. തന്നെ വഴിതെറ്റിക്കുവാൻ ശ്രമിക്കുന്ന പത്രോസിനെ യേശു സാത്താനെ എന്ന് വിളിച്ചുകൊണ്ടാണ് ശാസിക്കുന്നത്. ഹെൻറി കെ ഷിക്കൻസ്വിച്ചിന് സാഹിത്യത്തിൽ നൊബേൽ സമ്മാനം നേടിക്കൊടുത്ത കോ വാദിസ് നോവലിൽ നീറോ ചക്രവർത്തിയുടെ കീഴിൽ വലിയൊരു മതപീഡനം റോമിൽ നടക്കുമ്പോൾ ക്രിസ്ത്യാനികളുടെ ഉപദേശം കേട്ട് പത്രോസ്ലീഹ റോം വിട്ടുപോകുകയാണ്. വഴിയിൽ ഉയർത്തെഴുന്നേറ്റ ക്രിസ്തു ഒരു വലിയ കുരിശും പിടിച്ച് എതിരെ വരുന്നു. പത്രോസ്ലീഹ ചോദിച്ചു, കോ വാദിസ് ഡോമിനെ, നാഥ, അങ്ങ് എവിടേക്കാണ് പോകുന്നത്? യേശു മറുപടി പറഞ്ഞു, ഞാൻ റോമിലേക്ക് പോകുകയാണ്, വീണ്ടും ക്രൂശിക്കപ്പെടുവാൻ.